ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പം അത് നമ്മൾ മൊത്തത്തിൽ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 13, അതായത് ബോറോൺ ഫാമിലി മുതൽ നോബിൾ ഗ്യാസ് വരെ ഗ്രൂപ്പ് നമ്പർ 18 വരെയാണ്. അത് നമ്മൾ +1 +2 കൂടെ ചേർത്ത് 2 വർഷങ്ങളിലായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. നീറ്റ്, JEE എക്സാമുകൾക്കൊക്കെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ മിനിമം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയറിൽ 13ാമത്തെ ഗ്രൂപ്പും 14ാമത്തെ ഗ്രൂപ്പും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിൽ, അതായത് +2-ന് നമുക്ക് ഗ്രൂപ്പ് നമ്പർ 15 മുതൽ ഗ്രൂപ്പ് നമ്പർ 18 വരെയാണ് പഠിക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തത് നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ അതിനകത്തുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് 15th ഗ്രൂപ്പ് നമ്പർ 15 നൈട്രജൻ ഫാമിലി. അപ്പം നമുക്കറിയാം നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. അപ്പൊ ഇതാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. അതിനകത്ത് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ നൈട്രജനും ഫോസ്ഫറസും ഈ രണ്ടുപേരും നോൺ മെറ്റൽസ് ആണ്. അടുത്ത രണ്ട് ആഴ്സനിക്കും ആന്റിമണിയും മെറ്റലോയിഡ്സ് ആണ്. ബിസ്മത്ത് ഈ കൂട്ടത്തിൽ മെറ്റലാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, ഇവരുടെ ലാസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം: NS2 NB3. ഇതാണ് അവരുടെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, ഇവിടുത്തെ NS2 NB3. അപ്പം എന്നിന്റെ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എലമെന്റ് ടു എലമെന്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്നിരുന്നാലും അവരുടെ ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്, NS2 NB3. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിയില് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം അത് വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു കോൺഫിഗറേഷൻ ആണ്. ഹാഫ് ഫിൽ ഫുൾഫിൽ കോൺഫിഗറേഷന് മറ്റുള്ള കോൺഫിഗറേഷനിലേക്കാട്ടിൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ കോൺഫിഗറേഷൻ NS2 NB3 എന്നുള്ളത് പിയിൽ 3 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് പൊതുവെ ഈ നൈട്രജൻ ഫാമിലിയിലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന് അവർക്ക് ഹാഫിൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവർക്ക് സ്റ്റെബിലിറ്റി മറ്റുള്ളവരെക്കാട്ടിലൊക്കെ കൂടുതലാണെന്ന് പറയാൻ പറ്റും. അപ്പം അത് അവരുടെ അയോണൈസേഷൻ എൻതാൽപ്പിയൊക്കെ ബാധിക്കുന്നുണ്ട്. നമുക്കത് അങ്ങോട്ടുള്ള ഡിസ്കഷനിൽ മാക്സിമം ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ പരിചയപ്പെടുന്നു, അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് മനസ്സിലായി, അതുപോലെ തന്നെ ഫിസിക്കൽ നേച്ചർ, അതായത് ഫിസിക്കൽ സ്റ്റേറ്റ്, അതുപോലെ തന്നെ അവരുടെ ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ഹാഫിൽഡ് പി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണെന്നുള്ള കാര്യവും മനസ്സിലാക്കി. ഇനി നമുക്കിവിടെ ഇവരുടെ അറ്റോമിക് അയോണിക് റേഡിയസുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ഗ്രൂപ്പിലും പറയുന്ന കാര്യം പറഞ്ഞില്ലേ, ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ആറ്റത്തിന്റെയും അയോണിന്റെയും റേഡിയസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ ഗ്രൂപ്പിൽ നൈട്രജൻ മുതൽ ബിസ്മത്ത് വരെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ ആറ്റത്തിന്റെയും അയോണിന്റെയും റേഡിയസ് അല്ലെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യമാണ് ഇവരുടെ അയോണൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ്. അയോണൈസേഷൻ എൻതാൽപ്പി ഇപ്പൊ നമുക്ക് ഈ 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ തൊട്ട് മുമ്പുള്ള 14th ഗ്രൂപ്പ് എലമെന്റ്സ്, അതുപോലെ തന്നെ 15th ഗ്രൂപ്പ് എലമെന്റ്സ് കഴിഞ്ഞിട്ട് വരുന്ന 16th ഗ്രൂപ്പ് എലമെന്റ്സ്, 16ാമത്തെ ഗ്രൂപ്പിലുള്ള ഓക്സിജൻ ഫാമിലിയിലുള്ള എലമെന്റ്സ്, ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ റെസ്പെക്റ്റീവ് ഇപ്പൊ നൈട്രജൻ ഉള്ള പീരീഡ് അതുപോലെ ഫോസ്ഫറസ് ഉള്ള പീരീഡ്, ഇവരുടെ റെസ്പെക്റ്റീവ് പീരീഡിൽ ഇവർക്ക് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കാർബണിനെക്കാട്ടിലും ഓക്സിജനെക്കാട്ടിലും ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി നൈട്രജന് കൂടുതലായിരിക്കും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടായതുകൊണ്ട് അത് വളരെ സ്റ്റേബിൾ ആണ്. അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഈ 15th ഗ്രൂപ്പ് 14th ഗ്രൂപ്പും 16th ഗ്രൂപ്പുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ റെസ്പെക്റ്റീവ് പീരീഡിൽ അവർ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ പൊസസ് ചെയ്യുന്നു. അതിന് ഉദാഹരണത്തിന് ഓക്സിജനെക്കാട്ടിലും കുറച്ചും കൂടെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ് നൈട്രജന്. അപ്പൊ അതുപോലെ ഫോസ്ഫറസിനും പറയാൻ പറ്റും നമുക്ക്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ ഹാഫിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെന്നും ഇവിടെ മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നു. അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ ചർച്ച ചെയ്താൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കേസ് മനസ്സിലാക്കാം. നൈട്രജൻ ആണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. കാരണം നോൺ മെറ്റൽസിന് പൊതുവെ ഇലക്ട്രോനെഗറ്റീവ് കൂടുതലായിരിക്കും. നമ്മൾ താഴേക്ക് വരുമ്പോൾ ബിസ്മത്തിൽ വരുന്നു, മെറ്റലിലേക്ക് വരുന്നു. അപ്പൊ നോൺ മെറ്റലിൽ നിന്ന് മെറ്റലിലേക്ക് വരുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു വാചകത്തിൽ ഇത് ഒതുക്കാം, ഇങ്ങനെ മനസ്സിലാക്കാം: ഈ ഗ്രൂപ്പിൽ
നൈട്രജൻ മുതൽ ബിസ്മത്ത് വരെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദിസ് ഗ്രൂപ്പ് വി ക്യാൻ സീ ദാറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. അപ്പം നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നതായിട്ട് അവിടെ കാണാൻ പറ്റും. അപ്പം ആറ്റത്തിന്റെ സൈസ് ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് കൂടുന്നു, മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി സ്വാഭാവികമായിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം, ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെയും അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. പൊതുവെ മെറ്റൽസിന് അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. പക്ഷേ ഇവിടെ റെസ്പെക്റ്റീവ് പീരീഡിൽ 14th ഗ്രൂപ്പ് എലമെന്റ്സിനെയും 16th ഗ്രൂപ്പ് എലമെന്റ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആ രണ്ട് ഗ്രൂപ്പുകളെ, നെയ്ബറിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് അവരുടെ റെസ്പെക്റ്റീവ് പീരീഡിൽ ഇവർക്ക് അല്ലെങ്കിൽ 15ാമത്തെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് നമുക്ക് 15th ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ നൈട്രജൻ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചാൽ. ഇനി നമുക്ക് അവിടെ ഇവരുടെ കുറച്ച് കെമിക്കൽ റിയാക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. കെമിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു എൻട്രൻസ് ആസ്പിറന്റ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ 15th ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ നൈട്രജൻ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ഇനി സംസാരിക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്ക് വരാം. നമ്മൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ പൊതുവെ എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുപോലെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് സാധാരണ എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് അതിന്റെ ടെൻഡൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ -3 നോർമലി കാണിക്കുന്ന നൈട്രജൻ ആണ്. അപ്പം അവിടെ നമുക്ക് പറയാൻ പറ്റും ടെൻഡൻസി ടു എക്സിബിറ്റ് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദിസ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും +5 ഓക്സിഡേഷൻ സ്റ്റേറ്റും നോർമലി ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കോമൺ ആയിട്ട് എല്ലാവരും കാണിക്കുന്നത് നൈട്രജൻ മുതൽ ബിസ്മത്ത് വരെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് നമ്മൾ ഈ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ എസ്സിലുള്ള ഇലക്ട്രോണുകൾ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഒരു ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മെയിൻ ഗ്രൂപ്പ് അതായത് പി ബ്ലോക്ക് എലമെന്റുകളിൽ കാണുന്ന ഒരു ട്രെൻഡാണ്. ഒരു ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ വരുമ്പോൾ എസ്സിലിരിക്കുന്ന വാലൻസ് ഷെല്ലിലെ എസ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ ഇനർട്ട് പെയർ എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഇനർട്ട് പെയർ എഫക്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. നൈട്രജൻ മുതൽ ബിസ്മത്ത് വരെ വരുമ്പോൾ ബിസ്മത്തിന്റെ ഒക്കെ കേസിലേക്ക് വരുമ്പോഴത്തേന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇനർട്ട് പെയർ എഫക്റ്റിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് സ്റ്റെബിലിറ്റി ഓഫ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ പൊതുവേ കാണിക്കുന്നു, അതുപോലെ തന്നെ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റും അതിന്റെ ടെൻഡൻസി ടോപ്പ് ടു ബോട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇനർട്ട് പെയർ എഫക്ട് വരുന്നതുകൊണ്ട് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദ ടെൻഡൻസി ടു എക്സിബിറ്റ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾസോ ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഡ്യൂ ടു ഇനർട്ട് പെയർ എഫക്ട്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് ടെൻഡൻസി ടു എക്സിബിറ്റ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇവിടെ ബിസ്മത്തിലേക്ക് വരുമ്പോൾ ബിസ്മത്തിന് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അത് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. നൈട്രജൻ പക്ഷേ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊതുവെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ജനറൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമെ നൈട്രജൻ +1, +2, +4 ഇങ്ങനെയൊക്കെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഈ -3 +1 അല്ലെങ്കിൽ +3 +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമെ +1, +2, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നൈട്രജൻ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് നൈട്രജനിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസും +4, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഫോസ്ഫറസിന്റെ പെക്യുലാരിറ്റി. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ നൈട്രജൻ ഈ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നൈട്രജൻ ഈ -3 +3 +5 ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമെ നൈട്രജൻ +1 മുതൽ +4 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ അതിന്റെ കൂട്ടത്തിൽ ഓക്സൈഡുകളിലും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് നൈട്രജന്റെ കേസ്. അതായത് +1 മുതൽ +4 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള നൈട്രജന്റെ കോമ്പൗണ്ടുകൾ, അതിപ്പോ ചിലപ്പോൾ ആസിഡ് ആയിരിക്കും, ചിലപ്പോൾ അത് ഓക്സൈഡ്സ് ആയിരിക്കും. അപ്പം +1 മുതൽ +4 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള അതിന്റെ ഇടയ്ക്കുള്ള നൈട്രജൻ കോമ്പൗണ്ടുകൾ ഡിസ്പ്രപ്പോർഷനേഷന് വിധേയമാകാറുണ്ട്. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്.
ദേ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. അതായത് +1 മുതൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെയുള്ള നൈട്രജൻ കോമ്പൗണ്ടുകൾ ഡിസ്പ്രപ്പോർഷനേഷന് വിധേയമാകാറുണ്ട്. ഫോസ്ഫറസിന്റെ കോമ്പൗണ്ടുകളും അതുപോലെ ആകാറുണ്ട്. എന്നാലും ഡോമിനേഷൻ എന്ന് പറയുന്നത് നൈട്രജന്റെ കേസാണ്. നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് അവിടെ നൈട്രജന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ നൈട്രസ് ആസിഡ് HNO2 എടുക്കുന്നു. HNO2 ഒരു 3 നൈട്രസ് ആസിഡ് എടുക്കുന്നു. ഇത് ഡിസ്പ്രപ്പോർഷനേഷന് വിധേയമാകുന്നു. അങ്ങനെ നമുക്ക് നൈട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. HNO3 പ്ലസ് 2 നൈട്രജൻ മോണോക്സൈഡ്, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വാട്ടറും പറയാൻ പറ്റും. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്പേഴ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. മൊത്തം 6 ഓക്സിജൻ ഇവിടെ. ഓക്കെ, അപ്പം മൊത്തം 3 ഹൈഡ്രജൻ അവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇത്. ഒരു അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണെങ്കിലും ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് ബാലൻസിങ് അല്ല, ഇക്വേഷന്റെ ബാലൻസിങ് അല്ല നമ്മൾ നോക്കുന്നത്, ഇവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ നടന്നോന്നാണ്. ഇവിടെ നമ്മൾ HNO2 എടുക്കുമ്പോൾ നൈട്രസ് ആസിഡ് എന്ന് അതിനെ പറയും. ഇവിടെ നമ്മൾ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജന്റെ മൊത്തത്തിൽ -4 ഹൈഡ്രജന്റെ +1, അപ്പം -4 ഉം +1 കൂടെ ആകുമ്പോഴത്തേന് -3 ആകും. അപ്പം എന്തായാലും നൈട്രജന്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അതുപോലെ തന്നെ നമ്മൾ നൈട്രിക് ആസിഡിലേക്ക് HNO3 വരുമ്പോൾ ഇവിടുത്തെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജന്റെ 3 ഓക്സിജൻ കൂടെ -6 വരും. -6 ഈ +1 കൂടെ +-5 ആയി. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നൈട്രജനോടെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ നൈട്രജൻ മോണോക്സൈഡിലേക്ക് വന്നാൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, നൈട്രജന്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, നൈട്രസ് ആസിഡ് ഡിസ്പ്രപ്പോർഷനേഷൻ നടന്ന് നൈട്രിക് ആസിഡും നൈട്രജൻ മോണോക്സൈഡും കിട്ടുന്നു. അതിന്റെ അർത്ഥം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷനും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി എന്ന് പറഞ്ഞാൽ അത് ഡിക്രീസിംഗ് ആണ്, കുറഞ്ഞു. അപ്പൊ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ റിഡക്ഷനും, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷനുമാണ്. അപ്പോൾ ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു സ്പീഷീസ് തന്നെ ഓക്സിഡൈസ് ചെയ്യുന്നു, അയാൾ തന്നെ റെഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈട്രജൻ അതിന്റെ +1 മുതൽ +4 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവര് ഡിസ്പ്രപ്പോർഷനേഷൻ വിധേയമായി ചെറിയതും വലുതുമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറാനൊരു ട്രെൻഡ് ഉണ്ട്. NCERT ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് നൈട്രസ് ആസിഡിന്റെ ഡീകമ്പോസിഷൻ. അയാളുടെ ഡിസ്പ്രപ്പോർഷനേഷൻ നടന്നിട്ട് നൈട്രിക് ആസിഡും നൈട്രജൻ മോണോക്സൈഡും വാട്ടറും ഒക്കെ ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിലല്ല നമ്മുടെ മിടുക്ക്, ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മനസ്സിലാക്കുന്നതിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നൈട്രജൻ അല്ലെങ്കിൽ ഇവരുടെ പൊതുവായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ആർ ദ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ? അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ പി ബ്ലോക്ക് എലമെന്റുകളെ പരിശോധിക്കുമ്പോൾ ഏത് ഗ്രൂപ്പ് എടുത്താലും നമുക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ പറ്റും. ഫസ്റ്റ് മെമ്പർ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ഇൻ ദ പി ബ്ലോക്ക് ഡിഫർ അല്ലെങ്കിൽ പൊസസ് സം ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഇറ്റ് ഈസ് കോൾഡ് അനോമലസ് ബിഹേവിയർ. അതായത് ഏത് ഗ്രൂപ്പ് എടുത്താലും ആദ്യത്തെ മെമ്പറിന് മറ്റുള്ള മെമ്പേഴ്സിനെ അപേക്ഷിച്ച് ചില വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നൈട്രജൻ ഫാമിലിയിൽ നൈട്രജൻ ബാക്കിയുള്ള എലമെന്റുകളെ അപേക്ഷിച്ച് ചില വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നൈട്രജന്റെ അനോമലസ് ബിഹേവിയർ. അപ്പൊ നമ്മൾ നൈട്രജനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നൈട്രജൻ ആണ് 15th ഗ്രൂപ്പിലെ ഏറ്റവും ആദ്യത്തെ എലമെന്റ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സൈസ് ആണ്, അറ്റോമിക് റേഡിയസ് ഒരുപാട് കുറവാണ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. അയോണൈസേഷൻ എന്താൽപ്പി ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആയതുകൊണ്ട് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി വളരെ കൂടുതലായിരിക്കും. അപ്പം ഹൈ അയോണൈസേഷൻ എന്താൽപ്പി, സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇങ്ങനെയൊക്കെയുള്ള 1-2 പ്രോപ്പർട്ടീസ് നൈട്രജൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസ്, നമ്മൾ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്കറിയാം നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ നമ്മൾ നൈട്രജന്റെ 7 വെച്ചിട്ട് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. 1s2 2s2 2p3 ഇങ്ങനെ കിട്ടുന്നു. അപ്പം 2 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2ലാണ് ഇത് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേഷൽ എൽഷൽ എന്ന് പറയും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ സെക്കൻഡ് എനർജി ലെവലിൽ ഡി ഓർബിറ്റലുകൾ ആബ്സെന്റ് ആണ്. 2d എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, നൈട്രജന്റെ കേസ് എടുത്ത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ
നൈട്രജനിൽ ഡി ഓർബിറ്റൽസിന്റെ ആബ്സെൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പം നൈട്രജനിൽ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നൈട്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പ്രോപ്പർട്ടിക്ക് കാരണം ഈ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ആണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൈട്രജന്റെ തൊട്ട് താഴെ വരുന്ന ഫോസ്ഫറസ് ഹയർ അറ്റോമിക് നമ്പറിലേക്ക് ഹെവിയർ എലമെന്റുകളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നൈട്രജനിൽ ഡി ഓർബിറ്റൽസ് ആബ്സെന്റ് ആയിരിക്കും. അപ്പം ആ ഡി ഓർബിറ്റൽസ് ആബ്സെന്റ് ആയതുകൊണ്ട് അതിനുള്ള ഈ അനോമലസ് പ്രോപ്പർട്ടിയുടെ കൂട്ടത്തിൽ നമുക്ക് അതും പറയാൻ പറ്റും. അപ്പം വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നൈട്രജന്റെ അനോമലസ് ബിഹേവിയർ, അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, നൈട്രജന് ലോ അറ്റോമിക് റേഡിയസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, അതുപോലെ തന്നെ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്, ഇത്രയൊക്കെയാണ് നൈട്രജന്റെ അനോമലസ് ബിഹേവിയറിന് റീസൺ, അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയറിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ള മെമ്പേഴ്സിനെ അപേക്ഷിച്ച് ഇത്രയും കാര്യങ്ങളിൽ നൈട്രജൻ ഡിഫറൻസ് കാണിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്, നൈട്രജന് ഡി ഓർബിറ്റൽസ് ഇല്ലാത്ത സാഹചര്യത്തിൽ നൈട്രജന് മാക്സിമം, നൈട്രജന്റെ വാലൻസ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്താൽ 2s2 2p3 എന്ന് പറയാൻ പറ്റും. എസ് ഓർബിറ്റിൽ ഒരെണ്ണമേ ഉള്ളൂ. പി ഓർബിറ്റിൽ നമുക്കറിയാം 3 ഉണ്ട്, px py pz ഉണ്ട്. അപ്പം 3 ഇലക്ട്രോൺ ഉണ്ടായത് ഓരോ ഓർബിറ്റിലും ഓരോ ഇലക്ട്രോൺ ഹാഫ് ഫിൽഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പൊ മൊത്തം 3 പി ഓർബിറ്റൽസും അതുപോലെ തന്നെ ഒരു എസ് ഓർബിറ്റിലും, അപ്പൊ ടോട്ടൽ 4 ഓർബിറ്റൽസ് വാലൻസ് ഷെല്ലിൽ ഹൈഡ്രജന് 4 ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും, നൈട്രജന് മാക്സിമം കാണിക്കാൻ പറ്റുന്ന കോവാലൻസി. അപ്പൊ നൈട്രജന്റെ വാലൻസി അല്ലെങ്കിൽ നൈട്രജന് മാക്സിമം കാണിക്കാൻ പറ്റുന്ന കോവാലൻസി 4 ആണ്. 4-ൽ കൂടുതൽ കോവാലൻസി എക്സ്പാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി നൈട്രജൻ ഇല്ല. സോ ദ മാക്സിമം കോവാലൻസി ഓർ കോവാലൻസ് exhibited by nitrogen is 4. It cannot expand its covalency beyond 4. 4-ൽ കൂടുതൽ കോവാലൻസി വർദ്ധിപ്പിക്കാനുള്ള എബിലിറ്റി നൈട്രജനില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് ഡി ഓർബിറ്റൽസ് നോൺ അവൈലബിൾ ആണ്, എന്ന് പറഞ്ഞാൽ അൺഅവൈലബിൾ ആണ്, കാണില്ല. അത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നൈട്രജന് കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല, വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. 4-ൽ കൂടുതൽ വാലൻസി നൈട്രജന് പോസിബിൾ അല്ല. അപ്പം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നൈട്രജന് പക്ഷേ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ നല്ലതായിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ മനസ്സിലാക്കണം, നൈട്രജന് മാക്സിമം കാണിക്കാൻ പറ്റുന്ന വാലൻസി എന്ന് പറയുന്നത് 4 ആണ്, പക്ഷേ നൈട്രജന് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മനസ്സിലാക്കണം. നൈട്രജൻ എക്സിബിറ്റ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഫോമിങ് എ പെന്റാവാലന്റ് കോമ്പൗണ്ട്. ഒരു പെന്റാവാലന്റ് കോമ്പൗണ്ടിനെ അത് ഫോം ചെയ്യുന്നില്ല നൈട്രജൻ. പക്ഷെ താഴോട്ടുള്ള ഫോസ്ഫറസ് മുതൽ താഴേക്ക് ബിസ്മത്ത് വരെ വരുന്ന എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെ പ്രശ്നമില്ല. അവർക്ക് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആയതുകൊണ്ട് അവർ ഹയർ എലമെന്റുകളുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ മറ്റുള്ള എലമെന്റുകളുമായിട്ട് ചേർന്നിട്ട് ബാലൻസി 4-ൽ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള എബിലിറ്റി ഫോസ്ഫറസ് മുതലുള്ള എലമെന്റുകൾക്കുണ്ട്. പക്ഷെ നൈട്രജന് ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല. ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിന് മാക്സിമം കാണിക്കാൻ പറ്റുന്ന വാലൻസി എന്ന് പറഞ്ഞാൽ 4 ആണ്. അത് നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് അത് വ്യക്തമാണ്. 2s2 2p3, പി എന്ന് പറഞ്ഞാൽ px py pz, അപ്പൊ 3 ഓർബിറ്റൽ, എസ് ഒരെണ്ണം, അപ്പൊ മൊത്തം 4 ഓർബിറ്റൽസിന്റെ അവൈലബിലിറ്റിയാണ് നമുക്ക് ഈ നൈട്രജൻ കാണാൻ പറ്റുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നൈട്രജനുമായിട്ട് തന്നെ കൂടിച്ചേരുന്നു. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പം നൈട്രജൻ ഡയറ്റോമിക് സ്പീഷീസ് ആയിട്ടാണ് ഭൂമിയിൽ കാണപ്പെടുന്നത് ഫ്രീ സ്റ്റേറ്റിൽ. അപ്പോൾ ഒരു നൈട്രജൻ മറ്റൊരു നൈട്രജനുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു നൈട്രജൻ ഹാസ് എ യുണീക്ക് എബിലിറ്റി ടു ഫോം p മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് ഇറ്റ് സെൽഫ്. അതായത് നൈട്രജനോട് തന്നെ കൂടിച്ചേർന്ന് p മൾട്ടിപ്പിൾ ബോണ്ട് നിർമ്മിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അത് നൈട്രജന് മാത്രം ഈ ഗ്രൂപ്പിലുള്ള ഒരു എബിലിറ്റിയാണ്. മറ്റുള്ള എലമെന്റുകൾക്ക് അങ്ങനെയുള്ള എബിലിറ്റി ഇല്ല. അവരുടെ ഓർബിറ്റലുകൾ, ഹയർ എലമെന്റുകളുടെ ഓർബിറ്റലുകൾ വളരെ ഡിഫ്യൂസറും ബിഗും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല. ഈ ഗ്രൂപ്പിൽ നൈട്രജന് മാത്രം പറ്റുന്ന ഒരു എബിലിറ്റിയാണ് അതിന്റെ പി ഓർബിറ്റൽസിനെ ലാറ്ററലായിട്ട് ഓവർലാപ്പ് ചെയ്ത് പൈ ബോണ്ട് ഫോം ചെയ്യുക. അപ്പൊ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് നമ്മൾ ലാറ്ററൽ ഓവർലാപ്പിംഗ് വഴിയാണ്. അപ്പൊ പി ഓർബിറ്റൽ നൈട്രജനകത്ത് അവൈലബിൾ ആണ്, പക്ഷെ ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് അവൈലബിൾ ആവുന്ന ഓർബിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് അവർ പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പൊ നൈട്രജനോട് തന്നെ കൂടിച്ചേർന്ന് p മൾട്ടിപ്പിൾ ബോണ്ടായിട്ട് മാറുന്നു. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഇങ്ങനെയൊക്കെയുള്ള എലമെന്റുമായിട്ട് കൂടിച്ചേർന്ന് p മൾട്ടിപ്പിൾ ബോണ്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നൈട്രജന് മാക്സിമം കാണിക്കാൻ പറ്റുന്ന വാലൻസി 4 ആണ്, പക്ഷെ നൈട്രജന് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. അതിന്റെ കാരണം ഡി ഓർബിറ്റൽസ് നൈട്രജനിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നൈട്രജൻ ഹാസ് എ യുണീക്ക് എബിലിറ്റി ടു ഫോം p മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് ഇറ്റ് സെൽഫ്.
അപ്പം തന്നെ നൈട്രജനോട് തന്നെ കൂടിച്ചേർന്ന് ഒരു ട്രിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പം ആ ട്രിപ്പിൾ ബോണ്ടിന് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് എ ട്രിപ്പിൾ ബോണ്ട് കമ്പയർഡ് ടു എ ഡബിൾ ബോണ്ട് ഓർ എ സിംഗിൾ ബോണ്ട്. അത് നമുക്ക് അറിയാവുന്ന കേസാണ്. അതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. അപ്പോൾ പി മൾട്ടിപ്പിൾ ബോണ്ട് സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരാളാണ് ഈ പറഞ്ഞ നൈട്രജൻ. ഹെവിയർ എലമെന്റ്സുകൾക്ക് പി മൾട്ടിപ്പിൾ ബോണ്ടിങ് ഇല്ല. അപ്പൊ നമ്മൾ ഹെവിയർ എലമെന്റ്സുകളുടെ കാര്യം ഒന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആയതുകൊണ്ട് അവർ പി മൾട്ടിപ്പിൾ ബോണ്ടുകളെ മേക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഫോസ്ഫറസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ ഫോസ്ഫറസിന് പി മൾട്ടിപ്പിൾ ബോണ്ടിനെ മേക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ള എലമെന്റുകളുമായിട്ട് കൂടി ചേരുമ്പോൾ. ഞാൻ ഉദാഹരണത്തിന് R3P ഡബിൾ ബോണ്ടോ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, R3P ഡബിൾ ബോണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം R3N ഡബിൾ ബോണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന് കാരണം ഇവിടെ പി എന്ന് പറഞ്ഞ ഫോസ്ഫറസിന് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. R3P ഡബിൾ ബോണ്ടോ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലുള്ള ബോണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് ആണ് പി മൾട്ടിപ്പിൾ ബോണ്ട്. അപ്പം ഫോസ്ഫറസിന് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആയതുകൊണ്ട് അതിന് പി മൾട്ടിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഈ നൈട്രജന് ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് ഇറ്റ് കനോട്ട് ഫോം പി മൾട്ടിപ്പിൾ ബോണ്ട്. അപ്പൊ മനസ്സിലാക്കണം, ഫോസ്ഫറസ് അങ്ങോട്ട് താഴോട്ട് പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഫോസ്ഫറസ് മുതൽ അങ്ങോട്ടുള്ള എലമെന്റുകൾക്ക് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് അവർക്ക് പി മൾട്ടിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. നൈട്രജന് ഡി ഓർബിറ്റൽസ് ആബ്സെന്റ് ആയതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ നൈട്രജന് പി മൾട്ടിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് R3P ഡബിൾ ബോണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നു, അതേസമയം R3N ഡബിൾ ബോണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഫോസ്ഫറസ് ആഴ്സനിക്കും ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഫോസ്ഫറസിന്റെ തൊട്ട് താഴെയാണ് ആഴ്സനിക്, നൈട്രജൻ ഫോസ്ഫറസ് ആഴ്സനിക്. അപ്പൊ ഫോസ്ഫറസിന്റെ തൊട്ട് താഴെ വരുന്ന ആഴ്സനിക്കും ഫോസ്ഫറസിനും ഡി ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് പൈ മൾട്ടിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട്. അപ്പം അത് ചില കേസിലൊക്കെ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് ഫോസ്ഫറസിന് C2H5 ത്രൈസ് നോക്കേ, ഈ പറയുന്ന ട്രൈ ഈഥൈൽ ഫോസ്ഫേൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ് C2H5 ത്രൈസ്. ഈ കോമ്പൗണ്ടിന് ഇതൊരു ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ന്യൂട്രൽ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കേസാണ്. അപ്പൊ ഈ കേസിൽ ഇവിടെ പി മൾട്ടിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നൈട്രജന് പി മൾട്ടിപ്പിൾ ബോണ്ട് മാത്രമേ മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ, കാരണം അതിനകത്ത് ഡി ഓർബിറ്റൽസ് ഇല്ല. ബാക്കിയുള്ള എലമെന്റുകൾക്ക് പി മൾട്ടിപ്പിൾ ബോണ്ടും അതുപോലെ ഡി ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് പൈ ബോണ്ട് മേക്ക് ചെയ്യാനും ഫോസ്ഫറസിനും ആഴ്സനിക്കിനും ഒക്കെ എബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ആഴ്സനിക്കിന്റെ ഒരു കേസ് പറഞ്ഞാൽ ആഴ്സനിക്കിന്റെ C6H5 ത്രൈസ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് മേക്ക് ചെയ്യാനുള്ള C6H5 ത്രൈസ് ആഴ്സനിക്കിന്റെ ഒരു ട്രൈഫിനൈൽ കോമ്പൗണ്ടിനെ മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് പി മൾട്ടിപ്പിൾ ബോണ്ടാണ്. അതുപോലെ ഫോസ്ഫറസിന് C2H5 ട്രൈ ഈഥൈൽ ഫോസ്ഫേൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. അതിനകത്തും പി മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഫോസ്ഫറസിനും ആഴ്സനിക്കും ഒക്കെ ഹെവിയർ എലമെന്റ് ആണ്. അതിനകത്ത് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഒരു സംശയവും വേണ്ട, പറയാൻ പറ്റും ദേ ക്യാൻ ഫോം പി ഓർ പി മൾട്ടിപ്പിൾ ബോണ്ട്സ്. ബട്ട് നൈട്രജൻ ക്യാൻ ഫോം ഓൺലി പി മൾട്ടിപ്പിൾ ബോണ്ട്സ്. ഓക്കെ, അത്രയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നൈട്രജന്റെ കേസിൽ മാക്സിമം അതിന് കാണിക്കാൻ പറ്റുന്ന കോവാലൻസി എന്ന് പറഞ്ഞാൽ 4 അതിന് 4 കൂടുതൽ കോവാലൻസി എക്സിബിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാം, നൈട്രജൻ പെന്റാഹാലൈഡുകളെ ഒന്നും ഫോം ചെയ്യുന്നില്ല. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, അതിന് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത്രയുമാണ് നൈട്രജനുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഒക്കെ പോസ് ചെയ്ത് മനസ്സിലാക്കി ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ടൊന്ന് എടുത്ത് മനസ്സിലാക്കി NCERT ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് വരാം. അപ്പം നൈട്രജന്റെ കുറെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ 15th ഗ്രൂപ്പ് എലമെന്റ്സുകളുടെ കുറച്ച് കെമിക്കൽ റിയാക്ടിവിറ്റിയാണ് ചില എലമെന്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇപ്പൊ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അതുപോലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള 1-2 റിയാക്ഷൻസ് ആണ് നമ്മൾ ഇനി ഈ സെക്ഷനിൽ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് എങ്ങനെ ഈ 15th ഗ്രൂപ്പ് എലമെന്റ്സ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട കുറെ ഓർഡറുകൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിലേക്കൊന്ന് വരാം. നമുക്കിവിടെ ഹൗ ദിസ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ. അപ്പൊ നമ്മളവരെ ഏതെങ്കിലും ഒരു എലമെന്റ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് അതിന്റെ ഹൈഡ്രേഡ് ഫോർമേഷൻ എന്നാണ് പറയപ്പെടുന്നത്.
അപ്പൊ നമുക്ക് ഈ 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഹൈഡ്രൈഡുകളുടെ കെമിസ്ട്രിയാണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. സോ ലിസൺ കെയർഫുള്ളി. അപ്പൊ നമുക്ക് നല്ലതായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒന്ന് കാണിക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഞാൻ ഈ എലമെന്റുകളെ ജനറൽ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ഈ ക്യാപിറ്റൽ ഇ എന്നങ്ങ് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ ജനറൽ ആയിട്ടുള്ള ഹൈഡ്രൈഡ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, EH3. അതായത് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് EH3 ടൈപ്പ് ഹൈഡ്രൈഡുകളെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ എഴുതിയേക്കുന്ന എലമെന്റുകളുടെ ഹൈഡ്രൈഡുകളെ കിട്ടാൻ ഇവരുടെ റൈറ്റ് സൈഡിൽ ഒരു 3 ഹൈഡ്രജൻ വെച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതാ ഇങ്ങനെയാണ് നൈട്രജൻ NH3, അടുത്തത് ഫോസ്ഫീൻ എന്ന് പറയുന്നു PH3, അതുപോലെ ASH3, അതിനെ അൾസീൻ എന്ന് പറയുന്നു SbH3. അടുത്ത Biയുടെ റൈറ്റ് സൈഡിൽ ഒരു 3 ഹൈഡ്രജൻ. അപ്പൊ ഇത് ബിസ്മത്തീൻ ആണ്. അപ്പൊ അമോണിയ, ഫോസ്ഫീൻ, അൾസീൻ, സ്റ്റിബീൻ, ബിസ്മത്തീൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഹൈഡ്രൈഡുകളെ കിട്ടുന്നു 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ. അപ്പൊ അവർ ജനറൽ ആയിട്ട് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ഫോം ഹൈഡ്രൈഡ്സ് ഓഫ് ദിസ് ഫോർമുല EH3. അപ്പൊ ഇവിടെ നമുക്ക് എൻട്രൻസിന് നമ്മളെ തേടിയെത്തുന്ന 1-2 ചോദ്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഗ്രൂപ്പിന് അല്ലെങ്കിൽ അമോണിയ മുതൽ ബിസ്മത്തീൻ വരെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ടോപ്പ് ടു ബോട്ടം സിറ്റുവേഷനിൽ ഇവരുടെ ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബേസിക് ക്യാരക്ടർ ഉള്ളത് അമോണിയക്കാണ്. അതിൽ താഴെയാണ് PH3, അതിൽ താഴെയാണ് ASH3, അതിൽ താഴെയാണ് SbH3, അതിൽ താഴെയാണ് BiH3. അപ്പം ബേസിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മറ്റുള്ള തെർമൽ സ്റ്റെബിലിറ്റി ഓർഡർ, അതുപോലെ തന്നെ റെഡ്യൂസിങ് ക്യാരക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ചില ഓർഡറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഈ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ അമോണിയ മുതൽ ബിസ്മത്തീൻ വരെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബോണ്ട് ആംഗിളും ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡൈപോൾ മൊമെന്റും ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം ബേസിസിറ്റി, അതുപോലെ തന്നെ ബോണ്ട് ആംഗിൾ അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഇത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പം അമോണിയ മുതൽ ബിസ്മത്തീൻ വരെ വരുമ്പം ബേസിസിറ്റി, ബോണ്ട് ആംഗിൾ, അതുപോലെ തന്നെ ഡൈപോൾ മൊമെന്റ്, ഈ 3 പാരാമീറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവരുടെ റെഡ്യൂസിങ് നേച്ചർ. റെഡ്യൂസിങ് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റ് BiH3 ബിസ്മത്തീൻ ആണ്. അപ്പൊ അമോണിയ മുതൽ ബിസ്മത്തീൻ വരെ വരുമ്പോൾ റെഡ്യൂസിങ് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം, തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം ബേസിസിറ്റി, ബോണ്ട് ആംഗിൾ, ഡൈപോൾ മൊമെന്റ്, തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ബട്ട് റെഡ്യൂസിങ് നേച്ചർ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് റെഡ്യൂസിങ് നേച്ചർ അമോണിയ മുതൽ ബിസ്മത്തീൻ വരെ വരുമ്പോൾ കൂടും. അപ്പൊ ഇതിനകത്ത് ബിസ്മത്തീൻ ആണ് ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ബേസിസിറ്റി, ബോണ്ട് ആംഗിൾ, ഡൈപോൾ മൊമെന്റ്, അതുപോലെ തന്നെ തെർമൽ സ്റ്റെബിലിറ്റി, തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അമോണിയ എന്ന് പറയുന്നത്. ഇത്രയും പാരാമീറ്റേഴ്സ് അമോണിയ മുതൽ ബിസ്മത്തീൻ വരെ വരുമ്പോൾ നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ റെഡ്യൂസിങ് നേച്ചർ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. റെഡ്യൂസിങ് നേച്ചർ മാത്രമേ ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ. അപ്പൊ നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ഒരു കേസ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കേസ് ഒരു ബുക്കിൽ ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ എന്ന് എഴുതി വെക്കണം. അവിടെ ശ്രദ്ധിക്കണം, റെഡ്യൂസിങ് നേച്ചർ അമോണിയ മുതൽ ബിസ്മത്തീൻ വരെ വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഏറ്റവും താഴെ വരുന്ന ബിസ്മത്തീൻ ആണ് ഇവിടുത്തെ ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റ്. പക്ഷേ തെർമൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, ബേസിസിറ്റി ആയിക്കോട്ടെ, ബോണ്ട് ആംഗിൾ ആയിക്കോട്ടെ, ഡൈപോൾ മൊമെന്റ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ ഫാക്ടറും മോളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അമോണിയക്ക് ബേസിസിറ്റി വളരെ കൂടുതലാണ് ഈ കൂട്ടത്തിൽ, അതുപോലെ ബോണ്ട് ആംഗിൾ വളരെ കൂടുതലാണ്. 107.8 ആണ് അമോണിയയുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇവർക്ക് പിരമിഡൽ ജോമെട്രിയാണ് എല്ലാവർക്കും. അപ്പൊ നമ്മൾ അമോണിയയുടെ കേസ് പറയുമ്പോൾ നമ്മൾ VSEPR തിയറിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. 107.8 ഡിഗ്രിയാണ് ഈ അമോണിയയുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. സോ റെഡ്യൂസിങ് നേച്ചർ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു സ്ഥിരം എൻട്രൻസ് എക്സാമിനേഷൻ ഏരിയ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. നന്നായിട്ട് മനസ്സിലാക്കുക. വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി നോക്കാം. നോർമലി 15th ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ നൈട്രജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ഓക്സിജനുമായിട്ട് ഫോം ചെയ്ത് 2 തരത്തിലുള്ള ഓക്സൈഡുകളെ ഫോം ചെയ്യുന്നുണ്ട്. അവരുടെ ജനറൽ ഫോർമുല E2O3, അതുപോലെ തന്നെ E2O5. ഇങ്ങനെ 2 കാറ്റഗറി ഓഫ് ഓക്സൈഡുകളെയാണ് ഇവർ നിർമ്മിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ E2O3, E2O5
അപ്പം ഇവിടെ ഈ പറയുന്ന 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതനുസരിച്ച് അവരുടെ അസിഡിക് ബിഹേവിയർ കൂടും. അപ്പൊ E2O3 അതിനെക്കാട്ടിൽ കൂടുതൽ അസിഡിക് ആയിരിക്കും E2O5, കാരണം ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലാണ്. അപ്പൊ അതനുസരിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ആറ്റം കൂടുന്നതനുസരിച്ച് അസിഡിക് ക്യാരക്ടർ ഇവിടെ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നൈട്രജൻ കൊടുത്താൽ ഐ വിൽ ഗെറ്റ് N2O3, അതുപോലെ തന്നെ ഇവിടെ നൈട്രജൻ കൊടുത്താൽ N2O5. അപ്പൊ ഇത് രണ്ടും നല്ല ആസിഡ്സ് ആണ്. അതിൽ N2O5 കൂടുതൽ ആസിഡ് ക്യാരക്ടർ. അപ്പൊ ഇവിടെ നമ്മൾ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുമ്പോൾ നമുക്ക് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുമ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കാണോ കൂടുതൽ ആ ഓക്സൈഡിനാണ് അസിഡിക് ക്യാരക്ടർ കൂടുതൽ. ഇനി നമ്മൾ E2O3 എന്ന് പറയപ്പെടുന്ന ഓക്സൈഡ് ഒന്ന് പരിഗണിച്ചാൽ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും E2O3 ടൈപ്പ് ഓക്സൈഡുകൾക്ക് അസിഡിക് ക്യാരക്ടർ കൂടുതലാണ്. ആഴ്സനിക് ആന്റിമണി എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് ആംഫോട്രിക് ബിഹേവിയർ കാണിക്കാൻ പറ്റും. അതുപോലെ ബിസ്മത്തിന്റെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് Bi2O3 ബിസ്മത്തിന്റെ ട്രയോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡ് ആണ്. അപ്പൊ അതിന് ബേസിക് ക്യാരക്ടർ ആണ് കാണുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, രണ്ടു തരത്തിലുള്ള ഓക്സൈഡുകളെയാണ് ഈ പറയുന്ന 15th ഗ്രൂപ്പ് എലമെന്റ്സ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിർമ്മിക്കുന്നത്. അതിന്റെ ജനറൽ ഫോർമാറ്റ് E2O3 E2O5. അവിടെ നമ്മൾ E എന്ന് പറയുന്നത് 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ആണ്. അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതനുസരിച്ച് അവരുടെ ആസിഡ് ക്യാരക്ടർ കൂടും. അതിന് ഉദാഹരണത്തിന് N2O3 N2O5 എടുത്താൽ N2O5 രണ്ടുപേരും നല്ല ആസിഡ് ആണ്. അതിൽ N2O5 ആസിഡ് ക്യാരക്ടർ കൂടുതലാണ്, കാരണം നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് N2O5 കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ E2O3 ടൈപ്പ് ഓക്സൈഡുകളെ പരിഗണിച്ചാൽ നൈട്രജന്റെ ഫോസ്ഫറസിന്റെയും E2O3 ടൈപ്പ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ N2O3, അതുപോലെ തന്നെ ഫോസ്ഫറസ് വരുമ്പോൾ P2O3, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ആസിഡിക് ബിഹേവിയർ ആണ് അവർ കാണിക്കുന്നത്. അതുപോലെ ആഴ്സനിക്കും ആന്റിമണി എടുക്കുന്നു. ആഴ്സനിക്കിന്റെയും ആന്റിമണിയുടെയും E2O3 ടൈപ്പ് ഓക്സൈഡുകൾ എടുത്താൽ അവര് ആംഫോട്രിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ആസിഡിന്റെ ബേസിന്റെ രണ്ട് ക്യാരക്ടർ E2O3 ടൈപ്പ് ആഴ്സനിക്കിന്റെ ആന്റിമണി. ഇനി നമ്മൾ ബിസ്മത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ബിസ്മത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ മെറ്റാലിക് ആണ് ബിസ്മത്ത്. അപ്പൊ ജനറൽ ആയിട്ട് മനസ്സിലാക്കണം, മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകളെല്ലാം ബേസിക് ആയിരിക്കും. അപ്പൊ ബിസ്മത്തിന്റെ E2O3 ടൈപ്പ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. ബാക്കി ആഴ്സനിക്കിന്റെ ആന്റിമണിയുടെ നമുക്ക് E2O3 ടൈപ്പ് ആംഫോട്രിക് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ നൈട്രജന്റെ ഫോസ്ഫറസിന്റെ ഒരു സംശയവും വേണ്ട, അസിഡിക് ആണെന്ന് പറയാൻ പറ്റും. ഇത്രയാണ് ഓക്സിജനുമായിട്ട് അവർ ഉണ്ടാക്കുന്ന ഓക്സൈഡുകളുടെ pHന്റെ നേച്ചർ. അതുപോലെ തന്നെ ഹാലജൻസുമായിട്ടും 15th ഗ്രൂപ്പ് എലമെന്റ്സുകൾ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ നമുക്ക് ജനറൽ ആയിട്ട് EX3 EX5 ഇങ്ങനെ രണ്ട് ഹാലൈഡുകളെയാണ് നോർമലി ഈ പറയുന്ന 15th ഗ്രൂപ്പ് എലമെന്റ്സ് മേക്ക് ചെയ്യുന്നത്. അതിൽ നൈട്രജൻ പൊതുവെ EX3 EX5 ഹാലൈഡുകളെ ഫോം ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഈ പെന്റാഹാലൈഡുകളെ ഒന്നും നൈട്രജൻ ഫോം ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിനകത്ത് ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ഒക്കെ കാണിക്കുന്നെങ്കിലും നൈട്രജൻ ഡസ് നോട്ട് ഷോ ഓർ എക്സിബിറ്റ് പെന്റാഹാലൈഡ്സ്. അപ്പൊ പെന്റാഹാലൈഡ്സ് അയാൾ എക്സിബിറ്റ് ചെയ്യുന്നില്ല, പക്ഷെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. നൈട്രജന്റെ ഒരു പ്രത്യേകതയാണ്. നൈട്രജന്റെ ഒരു ട്രൈഹാലൈഡ് NF3 മാത്രമാണ് സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ NF3 ഈസ് ദ ഓൺലി സ്റ്റേബിൾ ട്രൈഹാലൈഡ് ഓഫ് നൈട്രജൻ. ഇനി ഫോസ്ഫറസിന് പ്രശ്നമില്ല. നമ്മൾ സ്ഥിരം കേൾക്കുന്ന രണ്ട് എക്സാമ്പിൾ PCl3 PCl5, ഫോസ്ഫറസ് ട്രൈക്ലോറൈഡും പെന്റാക്ലോറൈഡും ഒക്കെ നമുക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ ബാക്കിയുള്ള ഹെവിയർ എലമെന്റുകൾക്ക് പ്രശ്നമില്ല. പക്ഷെ നൈട്രജൻ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് പെന്റാഹാലൈഡുകളെ ഒന്നും ഫോം ചെയ്യുന്നില്ല. ആകെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന നൈട്രജൻ ഒരു ട്രൈഹാലൈഡ് NF3 ആണ്. നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് എന്ന് പറയാൻ പറ്റും. NF3 അതിനും പിരമിഡൽ ജോമെട്രി ഒക്കെയാണ്, മനസ്സിലാക്കണം കാര്യങ്ങളെ. അപ്പം EX3 EX5 ടൈപ്പ് ഹാലൈഡുകളെയാണ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് സാധാരണ ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, EX3 EX5 കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഹാലൈഡുകളെ നമ്മൾ പരിഗണിക്കുന്നു 15th ഗ്രൂപ്പിലുള്ള. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ EX3 ടൈപ്പിൽ നമ്മുടെ 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +3 വരുന്നു. അതുപോലെ EX5 ടൈപ്പിൽ നമ്മുടെ 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 വരുന്നു. അപ്പൊ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റയോണിന്റെ ചാർജ്, അതായത് ഫജൻസ് റൂൾ എന്ന് പറഞ്ഞ ഒരു റൂൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാറ്റയോണിന്റെ പോസിറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് കോവാലന്റ് നേച്ചർ കൂടുന്നു. അപ്പൊ നമ്മൾ എടുക്കുന്നു EX3യും EX5ഉം ട്രൈഹാലൈഡും പെന്റാഹാലൈഡും കൂടെ പരിഗണിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പെന്റാഹാലൈഡുകൾക്ക് 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്, കൂടുതലാണ്. അപ്പൊ കാറ്റയോണിന്റെ ആ വരുന്ന പോസിറ്റീവ് ചാർജ് കൂടുതലായതുകൊണ്ട് അതിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ട്രൈഹാലൈഡുകളെയും പെന്റാഹാലൈഡുകളെയും പരിഗണിക്കുമ്പോൾ
പെൻഡാ ഹാലൈഡ്സ് ആർ മോർ കോവാലന്റ് ദാൻ ട്രൈ ഹാലൈഡ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പെൻഡാ ഹാലൈഡുകൾക്ക് കോവാലന്റ് നേച്ചർ ട്രൈ ഹാലൈഡുകളെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് PCl3 PCl5 എടുത്താൽ PCl5ന് കോവാലന്റ് നേച്ചർ കൂടുതലായിരിക്കും PCl3യേക്കാൾ. അതാണ് മനസ്സിലാക്കുന്നത്. ഫജൻസ് റൂൾ അനുസരിച്ച് അവിടെ നമ്മൾ ഫോസ്ഫറസ് എടുക്കുമ്പോൾ ഫോസ്ഫറസ് +5+3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ +5 ആണ് കൂടുതൽ. ഹയർ ദ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഹയർ ദ നെഗറ്റീവ് ചാർജ്, ആ സാഹചര്യത്തിൽ അത് കോവാലന്റ് നേച്ചറിലേക്ക് പോകും ഫജൻസ് റൂൾ അനുസരിച്ച്. അപ്പം നമുക്ക് പറയാം പെൻഡാ ഹാലൈഡ്സ് ആർ മോർ കോവാലന്റ് ദാൻ ട്രൈ ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും ചിന്തിച്ചാൽ ട്രൈ ഹാലൈഡുകൾക്ക് അയോണിക് ക്യാരക്ടർ ആയിരിക്കും അവിടെ കൂടുതൽ കോവാലന്റ് ക്യാരക്ടറിനെക്കാട്ടിൽ. അതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സുകൾ അമോണിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കുക. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി NCERT ടെക്സ്റ്റും കൂടെ വെച്ച് പഠിച്ചാൽ ഇതിൽ നിന്ന് എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.